തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തക്കലയിൽ നിന്നും 2 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ കൊട്ടാരമാണ് പത്മനാഭപുരം കൊട്ടാരം. മുൻപ് കൽക്കുളം കൊട്ടാരം എന്നും അറിയപ്പെട്ടിരുന്നു. തിരുവിതാംകൂർ ഭരിച്ച ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ് AD 1601 പത്മനാഭപുരം കൊട്ടാരം നിർമ്മാണത്തിന് തുടക്കമിട്ടത്. കേരളത്തിന്റെ തനത് വാസ്തുവിദ്യാ ശൈലിയുടെ ഉത്തമ ഉദാഹരണമായ പത്മനാഭപുരം കൊട്ടാരം 6 ഏക്കറോളം വരുന്ന കൊട്ടാര വളപ്പിൽ സ്ഥിതി ചെയ്യുന്നു. 1741 കുളച്ചൽ യുദ്ധത്തിനു ശേഷമാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവ് ഇന്ന് കാണുന്ന രീതിയിൽ കൊട്ടാരം പുതുക്കി പണിഞ്ഞത്. പിന്നീട് മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യം പരദേവനായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. അങ്ങനെയാണ് കൽക്കുളം കൊട്ടാരത്തിന് പത്മനാഭപുരം എന്ന പേര് വന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടതോടെ പത്മനാഭപുരം കൊട്ടാരം തമിഴ്നാടിന്റെ ഭാഗമായി മാറി. എങ്കിലും കൊട്ടാരത്തിന്റെ ഭരണകാര്യങ്ങൾ നോക്കി നടത്തുന്നത് കേരള സർക്കാരിന്റെ പുരാവസ്തു വകുപ്പാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഈ കൊട്ടാരം ഒരു സംരക്ഷിത സ്മാരകമാണ്. പ്രധാന മന്ദിരത്തിന് ഇടതുവശത്തായി കാണുന്ന ഓഫീസിൽ നിന്നും നമുക്ക് പ്രവേശന ടിക്കറ്റ് വാങ്ങാം. രാജഭരണകാലത്ത് നാണയങ്ങൾ അച്ചടിച്ചിരുന്നത് ഈ മാളികയിലായിരുന്നു. വിശാലമായ മുറ്റത്തുനിന്ന് നടന്നു കയറുന്നത് നടമാളികയിലേക്കാണ്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ദീർഘചതുരാകൃതിയിലുള്ള ഈ ഇരുനില മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്. പൂമുഖ മാളികയുടെ മുറ്റത്തു നിൽക്കുമ്പോൾ തന്നെ മണിമേടയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഘടികാരം കാണാം. 3 കിലോമീറ്റർ വരെ ദൂരത്തിൽ ഈ ഘടികാരത്തിന്റെ മണിമുഴക്കം കേൾക്കാമെന്നായിരുന്നു പഴമക്കാർ പറയുന്നത്. പൂമുഖപ്പടിയുടെ ഇരുവശങ്ങളിലുമുള്ള തൂണുകളിൽ തടിയിൽ തീർത്ത അശ്വാരൂഢന്മാരായ 2 രാജവിഗ്രഹങ്ങളാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. പൂമുഖത്ത് ലോഹത്തിൽ തീർത്ത ഒരു കുതിരക്കാലൻ വിളക്ക് കാണാം. കൊട്ടാരത്തിലെത്തുന്ന അതിഥികളെ ഇവിടെയാണ് സ്വീകരിച്ചിരുന്നത്. കേരളീയ വാസ്തുശില്പ രീതിയിൽ തടിയിൽ തീർത്ത മേൽത്തട്ടും നമുക്കിവിടെ കാണാം. വ്യത്യസ്തങ്ങളായ 90-ൽ പരം പൂക്കൾ കൊത്തിവെച്ചിരിക്കുന്ന മേൽത്തട്ടാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ചൈനയിൽ നിന്നും വന്ന സഞ്ചാരികൾ സമ്മാനിച്ച ചീന കസാരയും കരിങ്കല്ലിൽ തീർത്ത ഒരു കട്ടിലും ഇവിടെയുണ്ട്. ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൽ നിന്നുള്ള ഓണവില്ലുകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പൂമുഖത്തു നിന്നും കുത്തനെയുള്ള ഈ പടികൾ കയറി ചെല്ലുന്നത് മന്ത്രശാലയിലേക്കാണ്. മഹാരാജാവ് ഭരണപരമായ തീരുമാനങ്ങൾ എടുത്തിരുന്നത് ഇവിടെ വെച്ചാണ്. ചൈനീസ് മാതൃകയിലാണ് ഇവിടെ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. മന്ത്രശാലയ്ക്ക് 11 കിളിവാതിലുകളുണ്ട്. മന്ത്രശാലയുടെ കിളിവാതിലിലൂടെ നോക്കിയാൽ നടമാളിക കാണാം. നടുമാളികയിൽ ഇരുന്നാൽ അക്കാലത്ത് ഏകദേശം 3 കിലോമീറ്റർ ദൂരെ വരെയുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുമായിരുന്നു. മന്ത്രശാലയിൽ നിന്നും പടികൾ ഇറങ്ങി നേരെ ചെല്ലുന്നത് വിശാലമായ ഊട്ടുപുരയിലേക്കാണ്. മുകളിലത്തെയും താഴത്തെയും നിലകളിൽ 1000 പേർക്ക് വീതം ഇരിക്കാവുന്ന രീതിയിലാണ് ഊട്ടുപുര മാളിക നിർമ്മിച്ചിട്ടുള്ളത്. മൈസൂരിലെ ഹൈദരാലി മലബാർ ആക്രമിച്ചപ്പോൾ പത്മനാഭപുരത്ത് അഭയം പ്രാപിച്ച ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകാനാണ് ഇത് നിർമ്മിച്ചതെന്ന്, അതല്ല തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ഹിരണ്യഗർഭം എന്ന ചടങ്ങിൽ പങ്കെടുത്തിരുന്ന ബ്രാഹ്മണർക്ക് ആഹാരം കഴിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ ഊട്ടുപുര നിർമ്മിച്ചിട്ടുള്ളതെന്നും പറയപ്പെടുന്നു. തായ് കൊട്ടാര മാളികയാണിത്. രവീന്ദ്രവർമ്മ കുലശേഖര പെരുമാളാണ് ഈ മന്ദിരം പണി കഴിപ്പിച്ചിട്ടുള്ളത്. പത്മനാഭപുരം കൊട്ടാരത്തിലെ ആദ്യം പണി കഴിപ്പിച്ച മാളികയും ഇതാണ്. വരിക്കപ്ലാവിന്റെ ഒറ്റത്തടിയിൽ തീർത്ത കന്നിമൂല തൂണാണിത്. വാസ്തുശാസ്ത്രപ്രകാരം തെക്കു പടിഞ്ഞാറൻ ദിശയിലുള്ള ആദ്യത്തെ തൂണാണിത്. കന്നിമൂല തൂണിന്റെ 4 വശത്തും വാഴപ്പൂക്കൾ കൊത്തിവെച്ചിരിക്കുന്നു. തായ് കൊട്ടാരത്തിൽ നിന്നും നടന്നെത്തുന്നത് നടുമുറ്റത്തേക്കാണ്.
ജനലുകൾക്ക് പകരം തടിയിൽ തീർത്ത അഴികളാണ് കൊട്ടാരത്തിലുള്ളത്. കുത്തനെയുള്ള പടികൾ കയറി ചെല്ലുന്നത് കൊട്ടാരത്തിലെ സ്ത്രീകൾ താമസിച്ചിരുന്ന മുറികളിലേക്കാണ്. ഈ വരാന്തയിലൂടെ അമ്മ മഹാറാണിയുടെ ശയനമുറിയിലേക്കാണ് എത്തുന്നത്. ലോഹത്തിൽ തീർത്ത വലിയ നിലക്കണ്ണാടികൾ 2 ചുവരിൽ ഉറപ്പിച്ചിട്ടുണ്ട്. കൊത്തുപണികളോടെ പിത്തള പണിയിച്ച ഒരു കട്ടിൽ നമുക്കിവിടെ കാണാം. കൊട്ടാര ഭിത്തികളെ മഴയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ചുറ്റും അഴികളോടുകൂടിയ ഇത്തരം വരാന്തകൾ നിർമ്മിച്ചിട്ടുള്ളത്. കാറ്റും വെളിച്ചവും കൃത്യമായി കിട്ടത്തക്ക വിധത്തിലാണ് ഇവിടെ ഓരോ മന്ദിരങ്ങളും നിർമ്മിച്ചിട്ടുള്ളത്. ഈ പടികൾ കയറി ചെല്ലുന്നത് മഹാരാജാവിന്റെ പള്ളിയറയിലേക്കാണ്. തടിയിൽ തീർത്ത സപ്രമഞ്ച കട്ടിലാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. 64 ഔഷധ വൃക്ഷങ്ങളുടെ തടി ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കട്ടിൽ ഡച്ചുകാരാണ് മാർത്താണ്ഡവർമ്മയ്ക്ക് സമ്മാനിച്ചത്. അന്നത്തെ കാലത്തും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടായിരുന്നു എന്നതായിരുന്നു മറ്റൊരു കാര്യം. ഇതാണ് കൊട്ടാരത്തിലെ സ്ത്രീകൾ ആറാട്ടും മറ്റും പോകുമ്പോൾ വന്നിരുന്ന് കണ്ടിരുന്ന സ്ഥലം. ഇവിടെ നിന്നും നേരെ പോകുന്നത് രാജാവിന്റെ കാര്യാലയത്തിലേക്കാണ്. ഇതാണ് അമ്പാരി മുഖപ്പ്. ഇവിടെ ഇരുന്നാണ് രാജാവ് പൊതുജനങ്ങൾക്ക് ദർശനം നൽകിയിരുന്നത്. ആഘോഷങ്ങൾക്ക് ആനയെ ഉപയോഗിക്കുമ്പോൾ ആനപ്പുറത്തിരിക്കാൻ ഉപയോഗിക്കുന്ന ഇരിപ്പിടത്തെയാണ് അമ്പാരി എന്ന് വിളിക്കുന്നത്. ഇവിടമാണ് ഇന്ദ്രവിലാസം. മഹാരാജാവിനെ സന്ദർശിക്കാനെത്തുന്ന വിദേശീയരായ അതിഥികൾക്ക് പണി കഴിപ്പിച്ചതാണ് ഈ മന്ദിരം. വൈദേശിക വാസ്തുവിദ്യാ ശൈലിയിലാണ് ഈ മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാ നവരാത്രിക്കും ഈ കാണുന്ന സരസ്വതി അമ്പലത്തിൽ നിന്നാണ് ദേവിയെ എഴുന്നള്ളിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത്. പടികൾ ഇറങ്ങി ചെല്ലുന്നത് വിശാലമായ ഉദ്യാനത്തിലേക്കാണ്. പത്മനാഭപുരം കൊട്ടാരം കാണാനായി ദിവസേന ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. മലയാളികൾക്ക് സുപരിചിതമായ ഒരു സ്ഥലമാണിത്. ഹിസൈനസ് അബ്ദുള്ളയും മണിച്ചിത്രത്താഴിലും നാം കണ്ട കൽത്തൂണുകളും കരിങ്കല്ലിൽ തീർത്ത വിഗ്രഹങ്ങളുമാണിത്. അനേകം നർത്തകിമാർ നടനമാടിയതും അനേകം സംഗീതജ്ഞർ ഗാനാലാപനത്താൽ മുഖരിതമാക്കിയുമായ നവരാത്രി മണ്ഡപമാണിത്. കുറച്ചധികം സമയം എടുത്തു മാത്രമേ ഈ കൊട്ടാര സമുച്ചയം പൂർണ്ണമായും കണ്ടുതീർക്കാൻ പറ്റുകയുള്ളൂ. മാളികയിൽ ചിലത് കാലപ്പഴക്കം കാരണം സഞ്ചാരികൾക്ക് തുറന്നു കൊടുക്കാറില്ല. 16-ാം നൂറ്റാണ്ടു മുതൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വേണാട് രാജവംശത്തിന്റെ ചരിത്രമുറങ്ങുന്ന കൊട്ടാരക്കെട്ടുകളാണ് നാം കണ്ടിറങ്ങുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ഡച്ചുകാരെ ഇന്ത്യയിൽ ആദ്യമായി പരാജയപ്പെടുത്തിയ രാജവംശമാണ് തിരുവിതാംകൂർ. വൈദേശിക ശക്തിയെ എതിർത്ത് തിരുവിതാംകൂറിന്റെ ആത്മവീര്യം ഉയർത്തെഴുന്നേറ്റതിന്റെ പ്രതീകമാണ് പത്മനാഭപുരം കൊട്ടാരം.